ഞാൻ MDMA ഉപയോഗിച്ചു, ഞാൻ MDMA കൊടുക്കാൻ പ്രേരിപ്പിച്ചു, കൊടുത്തു, ഡീലറാണ്, തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ എനിക്കെതിരെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ മാത്രമല്ല, ഞാൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായി അവരുടെ വീട്ടിൽ പോയി ചെയ്തു എന്നാണ് അവർ നടത്തിയിരിക്കുന്ന ആരോപണം. ഈ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ആരോപണത്തിൽ അവർ വായ കൊണ്ട് എന്തോ ഒരു വിഷയം വിളിച്ച് പറയുന്നു. അതിനെ മറുനാടൻ മലയാളി ഷാജൻസ്കറിയുടെ ചാനൽ അതിനൊരു തംബ്നെയിൽ ഇട്ടിട്ട് ഏകദേശം 2 മണിക്കൂറുള്ള ഒരു വീഡിയോ അവരുടെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാനെ പറ്റി പറയുന്ന അലിഗേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. അതിനകത്തെ ഒരു പോയിന്റ് മാത്രം എടുത്ത് മറുനാടൻ മലയാളി എന്ന ചാനലിൽ എൻ്റെ പേരെടുത്ത് വെച്ച് എൻ്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ദിയാസന MDMA കൊടുത്തു എന്ന് ഒരാൾ വന്നിരുന്ന് പറഞ്ഞപ്പോൾ അതിന് തംബ്നെയിൽ ഇട്ടിട്ട് അത് ഇറക്കുകയുണ്ടായി. അതിന്റെ പുറകിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, ഒരുപാട് ഓൺലൈൻ പോസ്റ്റുകൾ ഒക്കെ എൻ്റെ പേര്, എൻ്റെ ഫോട്ടോയും അതുപോലെ സജനയും സജനയുടെ ഫോട്ടോയും ഒരുമിപ്പിച്ച് വെച്ചുകൊണ്ട് ദിയാസന സജനയ്ക്ക് MDMA കൊടുത്തു എന്ന രീതിയിൽ അടിച്ചിറക്കുകയുണ്ടായി. ഇതിനെതിരെ ഞാൻ കൃത്യമായിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഞാൻ കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. ഞാനൊരു ഡിഫമേഷൻ സ്യൂട്ടിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫമേഷൻ സ്യൂട്ട് ഫയലായി വരാൻ കുറച്ച് ദിവസം എടുക്കും, എല്ലാവർക്കും അറിയാം. അതിന്റെ പ്രോസസ്സിലാണുള്ളത്. മ്യൂസിയം പോലീസ് കേസ് എടുത്തു, അത് സൈബറിലേക്ക് വിട്ടു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ക്രൈം കേസ് എടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫണ്ട് അടച്ച് തന്നെ മാനനഷ്ടത്തിനുള്ള കേസ് ഞാൻ കോടതി മുഖാന്തരം മൂവ് ചെയ്തിട്ടുണ്ട്. ആയിരുന്നു എന്ന് പറയാൻ ഭയങ്കര ഡീപ്പായിട്ടുള്ള സുഹൃത്തൊന്നുമല്ല. സജന താമസിക്കുന്നത് എൻ്റെ ഫ്ലാറ്റിനടുത്താണ്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. എൻ്റെ അടുത്ത് ഒരു വിഷയം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ശരിയാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാൾ. എന്ത് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനെ ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്. ഒരു ഹ്യൂമൻ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള സഹജീവി സഹകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. സജനയെ പരിചയപ്പെടുമ്പോഴും സജന ഫിറോസിക്കായുമായിട്ട് ഡിവോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫിറോസിക്ക ടോക്സിക്കാണ്, പ്രശ്നമാണ്, ഞാൻ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, എനിക്ക് അറിയില്ല, നീ ഫിറോസിക്കായ അറിയുന്നതല്ലേ, നിനക്ക് 10-15 കൊല്ലമായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് നീ ചിലപ്പോൾ ഫിറോസിക്കൊപ്പമായിരിക്കും, പക്ഷേ പുള്ളി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്ന് വിഷയങ്ങൾ പറയുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി അവരുടെ ഇമോഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നീ സമാധാനമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ഫിറോസിക്കായ വിളിച്ചിട്ട് എന്താ ഫിറോസിക്ക പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിറോസിക്ക ഒരിക്കൽ പോലും സജനയെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇവരെന്തായാലും ഡിവോഴ്സ് ആയി, ഇനി വേറെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സജനയ്ക്ക് റസൂൽ പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. റസൂൽ പൂക്കുറ്റിയാണ് സജനയുടെ കാമുകൻ എന്ന് സജന എന്നോട് പറയാണ്. എൻ്റെ അറിവിലെ സജന മോനെ ചക്കരെ ചക്കരെ മുത്തേ എന്ന് വിളിച്ച് നടക്കുന്ന ഒരു പാവ ഒരു ലേഡിയാണ്. സാധാരണ എല്ലാവരുടെ വന്ന് ഭയങ്കര പാമ്പറിങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് ഞാൻ സജനയെ കാണുന്നത്. എനിക്ക് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് സജനനെ വളരെ ക്ലിയർ കട്ടായിട്ടും ഈ അടുത്ത് വന്ന് താമസിക്കാൻ ഇവിടെ വന്നിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അങ്ങനെയാണ് അറിവ്. കാരണം ഈവനിങ്ങിലൊക്കെ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ വേറെ ഫ്രണ്ട് സർക്കിളിലും പല സർക്കിളുമായിട്ട് സജനനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അറിയാം. അപ്പം സജനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജന സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുറ്റി എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ചെല്ലാവോ, ഒന്ന് സജനയെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ അവൾ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ടാവും. അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ശ്രീകാര്യത്ത് നമ്മുടെ കിരൺ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് എന്നിട്ട് അവൾ വന്ന് പറയും പിറ്റേ ദിവസം, എടി ഞാൻ വെറുതെ ഇക്കായെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ കേട്ടോ, ഇതൊക്കെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലേ ഞാൻ വരച്ച വരയിൽ നിൽക്കോളം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നീ എന്തോ ഇങ്ങനെയൊക്കെ ആവുന്ന ടോക്സിക് ആവുന്ന എന്താ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ആ വിഷയങ്ങളെ എടുത്തിട്ട് സിമ്പിളായിട്ട് അങ്ങ് വിട്ട് കളയുമായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചക്കരെ മുത്തേ ഇക്കു മുത്തേ തേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഇത്തരം പ്രൈവസിയിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ട് കളയുന്നത്. ഞാൻ സജനയുടെ വീട്ടിൽ പോകുന്നത് റസൂൽ പൂക്കുറ്റി വിളിച്ചിട്ട് അവൾക്ക് പ്രശ്നമുണ്ട്, അവളുടെ അടുത്തേക്ക് പോകണം, അവളെ ഒന്ന് പോയി കാണണം, അവൾ ബുദ്ധിമുട്ടിലാണ്, അവൾ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത്. അല്ലാത്ത ഒരു സമയങ്ങളിലും ഞാൻ അവരെ വീട്ടിൽ പോയിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. ഇത്രയും സാധനം